അദൃശ്യമായ നിഗൂഢമായ ഒരു നദി, ആമസോണിന്റെ സഹോദരി. ആമസോണിനേക്കാൾ വളരെ വലുത്. ആമസോണിനടിയിലൂടെ, അതായത് ഭൂമിക്കടിയിലൂടെ വളരെ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉഷ്ണജല സ്രോതസ്. ഇങ്ങനെ ഒരു നദിയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിനേക്കാൾ ആവേശകരമായ കാര്യം, ഈ നദി കണ്ടെത്തിയിരിക്കുന്നത് മലയാളിയാണ് എന്നുള്ളതാണ്. കോഴിക്കോടിനടുത്ത കുന്നമംഗലത്തിനടുത്ത പതിമംഗലത്തുകാരനായ മലയാളിയുടെ പേരിലാണ് ബ്രസീലിലുള്ള ഈ നദി അറിയപ്പെടുന്നത്. അഭിമാനം തോന്നുന്നില്ലേ? ആമസോൺ നദി അതിന്റെ നീളം കൊണ്ടും വിസ്തൃതി കൊണ്ടുമൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. എന്നാൽ ആ ആമസോണിനേക്കാൾ നീളമുള്ള, ആമസോണിനേക്കാൾ എത്രയോ വീതി കൂടുതലുള്ള 300 മുതൽ 400 കിലോമീറ്റർ വരെ വീതി കൂടിയ ഈ ഒരു നദി ഭൂമിക്കടിയിൽ 4 കിലോമീറ്റർ താഴ്ചയിലാണ് കാണപ്പെടുന്നത്. വളരെ പതുക്കെ ഒഴുകുന്ന ഈ ഒരു നദി ആമസോണിന് സമാന്തരമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒഴുകിയെത്തുന്നു. ഭൂകമ്പ തരംഗ പഠനങ്ങൾ, എണ്ണഖനികളിലെ പഠനങ്ങൾ, താപനിലയിലെ മാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നദി കണ്ടെത്തുന്നത്. 2011 അത്. ഈ കണ്ടെത്തലിന് നേതൃത്വം നൽകിയത് മലയാളിയായ ഹംസ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഈ നദിക്ക് റിവർ ഹംസ അല്ലെങ്കിൽ റിയോ ഹംസ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹംസ എന്ന വലിയ മണ്ണത്താൾ ഹംസ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷവും ബ്രസീലിലെ നാഷണൽ ഒബ്സർവേറ്ററിയിൽ സീനിയർ സയന്റിസ്റ്റും പ്രൊഫസറുമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും മലയാളിയായ നമുക്ക് അഭിമാനിക്കാം. ഇനിവേ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.